എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, എസ് സി ഒക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ടോ? അതായത് നമുക്കിപ്പോൾ അറിയാം, നിങ്ങൾ ഗൂഗിളിൽ സപ്പോസ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ആദ്യം വരുന്നത് ആഡാണ്. ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പണ്ട് 3 ആഡാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 3 ആഡിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ 4 ആഡാണ്. ഓക്കെ, അതേപോലെ ആഡിൻ്റെ ലെങ്ത്തും കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോർമലി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ആഡേ കാണുള്ളൂ. അപ്പോൾ ആഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൈസ കൊടുക്കുന്നവരാണ് ആദ്യം വരാം. അപ്പോൾ നമ്മൾ എസ് സി ഒയിൽ ഫസ്റ്റ് ഉണ്ടായാലും ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ റിസൾട്ട് കിട്ടണം എന്നില്ല. റിസൾട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എസ് സി ഒയിൽ ലിസ്റ്റായിരിക്കുന്ന നമ്മുടെ സൈറ്റുമാരും ക്ലിക്ക് ചെയ്യുകയോ എൻക്വയറി നടത്തുകയോ ചെയ്യില്ല. നോർമലി ചെയ്യാനുണ്ടാവുന്ന ഒരു സംഭവമാണ്, എല്ലാവരും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, എസ് സി ഒക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ടോ, അതേപോലെ ഗൂഗിൾ മൈ ബിസിനസ്സിന് ഇപ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ നിങ്ങൾക്ക് പറയാം, ഒരു ഡെഫിനറ്റ്ലി ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രിയാണ്. പക്ഷേ ജനറലി മോസ്റ്റ് ഓഫ് ദ സെർച്ചും ഇപ്പോൾ എല്ലാവരും നടക്കുന്നത് മൊബൈൽ വഴിയാണ്. ഓക്കെ, മൊബൈലാണ്. നിങ്ങളൊരു ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ അനലിറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 75 to 85, 90% നമുക്ക് വിസിറ്റർ കിട്ടുന്നത്, എസ്പെഷ്യലി സെർച്ച് എഞ്ചിനുള്ള വിസിറ്റർ കിട്ടുന്നത് മൊബൈൽ വഴിയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ മൊബൈൽ സെർച്ച് ചെയ്ത് നോക്കിക്കോ. 4 ആഡെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ശരിക്കും 1, 2, 3 പ്രാവശ്യം സ്ക്രോൾ ഡൗൺ ചെയ്താലാണ് നമ്മുടെ എസ് യു റിസൾട്ട് കാണൂ. ഇനി എസ് യുക്ക് മുന്നേ ഗൂഗിൾ മൈ ബിസിനസ് ഉണ്ട്. അപ്പോൾ 4 ആഡ് കഴിഞ്ഞ് ഗൂഗിൾ മൈ ബിസിനസ്സും കഴിഞ്ഞിട്ടാണ് എസ് യു വരാ. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് കമ്പനിക്കാർ എസ് സി ഒക്ക് വേണ്ടിയിട്ട് എവറി മന്ത് പൈസ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, എസ് സി ഒയിൽ ഫസ്റ്റ് വന്നാലും നമുക്ക് ഗുണമുണ്ടോ, അല്ലെങ്കിൽ എസ് സി ഒ ഈസ് ഡെഡ്, ഗൂഗിൾ ആഡ് ചെയ്യണതല്ലേ നല്ലത് എന്നൊക്കെ എന്നോട് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഗൂഗിൾ എപ്പോഴും ആഡ് കാണിക്കണം എന്നില്ല. നിങ്ങൾ ചില സമയത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എസ് സി ഒൻ്റെ റിസൾട്ടായിരിക്കും ആദ്യം കാണിക്കുക. അപ്പോൾ അതൊരു ഫ്രീക്വൻസി ഉണ്ട്. മെജോറിറ്റിയും ഗൂഗിൾ ആഡായിരിക്കും കാണിക്കണം ആദ്യം, അത് കഴിഞ്ഞിട്ടാണ് ഇത് കാണിക്കുക, ഏത് ഗൂഗിൾ മൈ ബിസിനസ് കാണിക്കുക, അത് കഴിഞ്ഞിട്ടാണ് എസ് സി ഒ കാണിക്കുക. ചില സാഹചര്യങ്ങളിൽ, ചില ടൈമിങ്ങിൽ അത് നമ്മുടെ എസ് സി ഒൻ്റെ റിസൾട്ടും ഗൂഗിൾ കാണിക്കും ആദ്യം, ആഡ് കാണിക്കില്ല ചില സാഹചര്യത്തിൽ. അപ്പോൾ എസ് സി ഒയിൽ നമുക്ക് ഫസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എസ് സി ഒയിൽ നമുക്ക് ടോപ്പിൽ ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ്. പിന്നെ കമ്പാരിറ്റീവ്ലി എസ് സി ഒ എന്ന് വരുന്ന എൻക്വയറിയാണ് ഗൂഗിൾ ആഡിനേക്കാളും നല്ലത്. അത് ഡെഫിനറ്റ്ലി പ്രൊഡക്റ്റ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള എന്നടിക്കുമ്പോൾ എൻ്റെ സൈറ്റാണ് ഫസ്റ്റ് വരിക. അപ്പോൾ എൻ്റെ സൈറ്റ് എസ് സി ഒയിലാണ് ഫസ്റ്റ് വരിക. ഓക്കെ, അപ്പോൾ എസ് സി ഒയിൽ ഫസ്റ്റ് വരുമ്പോൾ ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ സെർച്ച് ചെയ്യണേ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എസ് സി ഒയിൽ എങ്ങനെ ടോപ്പിൽ വരുത്താമെന്നൊക്കെയാണ് പഠിപ്പിക്കണേ ബേസിക്കലി. അപ്പോൾ ഓൾറെഡി ടോപ്പിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവാം. അതാണ് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി എസ് സി ഒ ഈസ് നോട്ട് ഡെഡ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ എസ് സി ഒയിലുണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ അതിനേക്കാളും ഇമ്പോർട്ടൻറ്റുമാണ് ഗൂഗിൾ മൈ ബിസിനസ്. രണ്ടും ഫ്രീ ആണ്. എസ് സി ഒയും ഫ്രീയാണ്, ഗൂഗിൾ മൈ ബിസിനസ്സും ഫ്രീയാണ്. നിങ്ങൾ ആഡൊക്കെ ചെയ്യണം നല്ലതാണ്, നമുക്ക് പെട്ടെന്നൊക്കെ റിസൾട്ട് കിട്ടണം, ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ആഡും ചെയ്യാം. പക്ഷേ എപ്പോഴും ഒരു ചെറിയ ബഡ്ജറ്റ് ഗൂഗിൾ മൈ ബിസിനസ്സിലും എസ് സി ഒയിലൊക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്, എസ്പെഷ്യലി സ്പെസിഫിക് കീവേഡുകളൊക്കെ റാങ്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വാളിറ്റി എൻക്വയറി എസ് യു എന്നൊക്കെ വരാം. പിന്നെ 24/7 നമ്മൾ എസ് യുവിലൊക്കെ ടോപ്പിലുണ്ടെങ്കിൽ സൺഡേ ആയാലും സാറ്റർഡേ ആയാലും പല സമയത്തും നമുക്ക് എൻക്വയറീസൊക്കെ വരാം. അപ്പോൾ എസ് യു ഈസ് നോട്ട് ഡെഡ്. പക്ഷേ നിങ്ങളൊരു ഗൂഗിൾ ആഡിന് കൊടുക്കുന്ന അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും എസ് യുക്ക് നിങ്ങൾ അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. എസ് യു നിങ്ങൾക്ക് ക്വാളിറ്റി എൻക്വയറി തരും. ചിലപ്പോൾ 2-3 ദിവസം കൂടുമ്പോഴായിരിക്കും ഒരു എൻക്വയറി വരും. പക്ഷേ ആ എൻക്വയറി വരുന്നവരപ്പം തന്നെ കൺവേർട്ടൊക്കെ ആവും. അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ മൈ ബിസിനസ്സിലും നിങ്ങൾ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ നല്ല ക്വാളിറ്റി കോൾസും കാര്യങ്ങളൊക്കെ വരാം. ഓക്കെ, അപ്പോൾ എസ് സി ഒ ഈസ് നോട്ട് ഡെഡ്. എസ് സി ഒയും ഇമ്പോർട്ടൻ്റ് ആണ്. ഗൂഗിൾ ആഡാണ് 4 എണ്ണം വരുന്നെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഗൂഗിൾ ആഡ് കാണിക്കില്ല.
നിങ്ങൾ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സെർച്ച് ചില സമയത്ത് ചില വീടുകൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരു ആഡും ഉണ്ടാവില്ല. ഗൂഗിൾ മൈ ബിസിനസ്സും SEO മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയങ്ങളിലൊക്കെ നമ്മുടെ SEOയിൽ ടോപ്പിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡെഫിനറ്റ്ലി എന്തുണ്ടാവാം, അതിൻ്റേതായ എൻക്വയറിയും ക്ലിക്കും കിട്ടും. ഓക്കെ, SEOയിലും കൊടുക്കുക ഇമ്പോർട്ടൻസ്. പക്ഷേ ക്വിക്ക് റിസൾട്ടും ഒരുപാട് ഹ്യൂജ് റിസൾട്ടൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ആഡ് തന്നെ ആയിരിക്കണം സ്പെൻഡ് ചെയ്യേണ്ടത്. താങ്ക് യു.